Question number 16. Integral 1 to 2 5x square by x square plus 4x plus 3 dx. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ഡിഗ്രി ആണ്. അപ്പോൾ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ പ്രോപ്പർ ആക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. അതിന് ഡിവിഷൻ ചെയ്യണം. അതായത് 5x സ്ക്വയറിനെ x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കോഷ്യൻ്റ് 5 കിട്ടും. റിമൈൻഡർ എന്ന് പറയുന്നത് -20x -15 എന്ന് വരും. അപ്പോൾ ഈ 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3യെ 5 പ്ലസ് -20x -15 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 എന്ന് എഴുതാം. ഇനി ഇവിടെ രണ്ടിലും -5 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. പിന്നീട് 4x പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യണം. അപ്പോൾ ഇത് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റാത്ത കേസാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിംഗ് വഴിയായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇതിനെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3യെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ഇനി ഈ ഒരു ടേം എടുത്തിട്ട് ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നു. അതായത് 4x പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1. അതിനെ എ ബൈ എക്സ് പ്ലസ് 3 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 1. ഇനി ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4x പ്ലസ് 3 ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് വരും. ഇനി ഇതിലെ ഓരോ ടേംസും 0 ആക്കിക്കൊണ്ട് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ എക്സിന് -1 കൊടുക്കുമ്പോൾ എയുടെ ടേം 0 ആയി. -1 ഈക്വൽ ടു 2b എന്ന് കിട്ടും. ബിയുടെ വാല്യൂ -1/2. ഇപ്പോൾ എക്സിന് -3 കൊടുക്കുമ്പോൾ -9 ഈക്വൽ ടു -2a. എയുടെ വാല്യൂ 9/2. ഇനി 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിന് 5 മൈനസ് 5 ഇൻറ്റു 9/2 എയുടെ പ്ലേസിൽ 9/2 ബൈ എക്സ് പ്ലസ് 3 പ്ലസ് -1/2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ഇനി ലിമിറ്റ് ഇട്ട് ഇൻ്റഗ്രേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് -5ന് ഓരോ ടേമിനും കൊടുക്കുന്നു. അപ്പോൾ -5 ഇൻറ്റു 9/2 ഇൻറ്റു എക്സ് പ്ലസ് 3 പ്ലസ് 5/2 ഇൻറ്റു എക്സ് പ്ലസ് 1 dx. സെപ്പറേറ്റ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 1 to 2 5 dx മൈനസ് 45/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 2 1 ബൈ എക്സ് പ്ലസ് 3 dx പ്ലസ് 5/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ബൈ എക്സ് പ്ലസ് 1 dx. 5 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ സൈൻ പുറത്ത് വരുമ്പോൾ 1 dx വരും. അതായത് എക്സ് എന്ന് വരും. 5 ഇൻറ്റു എക്സ് 1 to 2 മൈനസ് 45/2 ഇൻറ്റു ഇത് 1 ബൈ എക്സ് പ്ലസ് 3 എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് എക്സ് പ്ലസ് 3 ലിമിറ്റ് 1 to 2 പ്ലസ് 5/2 ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് 1. അവിടെ ലിമിറ്റ് 1 to 2 ഇട്ട് കൊടുക്കുക. ഇനി ഓരോന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. 5 ഇൻറ്റു എക്സിന് 2 കൊടുക്കുക 2 മൈനസ് 1 മൈനസ് 45/2 ഇൻറ്റു എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ ലോഗ് 5 1 ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് ലോഗ് 4 എന്ന് വരും. പ്ലസ് 5/2 ഇൻറ്റു ലോഗ് 3 മൈനസ് ലോഗ് 2 എന്ന് വരും. ഇനി ഇവിടെ 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ 5 മൈനസ് 45/2 ഇൻറ്റു ലോഗ് എ മൈനസ് ബി ഫോമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലോഗ് എ മൈനസ് ലോഗ് ബി അതായത് ലോഗ് 5/4 പ്ലസ് 5/2 ഇൻറ്റു ലോഗ് 3/2 എന്ന് എഴുതാം. ഇനി രണ്ടിലും 5/2 കോമൺ ഉള്ളതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് എടുത്തേ ഉള്ളൂ. അപ്പോൾ 9 ലോഗ് 5/4 മൈനസ് ലോഗ് 3/2. ആൻസർ 5 മൈനസ് 5/2 ഇൻറ്റു 9 ലോഗ് 5/4 മൈനസ് ലോഗ് 3/2. Question number 17. Integral 0 to pi/4 2 sec square x plus x cube plus 2 dx. ഇത് ഓരോ ടേമിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. 2 അതേപോലെ കോൺസ്റ്റൻ്റ് ആണ്. sec square എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് tan x പ്ലസ് എക്സ് ക്യൂബിൻ്റെത് x⁴/4 പ്ലസ് 2x. ലിമിറ്റ് 0 to pi/4. ഇനി 2 tan pi/4 പ്ലസ് ഇവിടെ x⁴ ആണ്. എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് കൊടുക്കും pi/4 ദ ഹോൾ റേസ് ടു 4 എന്ന് വരും. അപ്പോൾ എങ്ങനെ എഴുതണം? pi⁴ 4⁴ അതാണ് വരുന്നത്. അപ്പോൾ pi⁴ ബൈ 4⁴ ഈ ഒരു 4 കൂടെ അപ്പോൾ 4⁵ എന്ന് വരും. പ്ലസ് 2 pi/4 മൈനസ് ഇനി 0 കൊടുക്കുമ്പോൾ tan 0 0 എക്സിൻ്റെ വാല്യൂ 0 ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 അപ്പോൾ 0 ആയിട്ട് വരും. ഇവിടെ tan pi/4 ആകുമ്പോൾ 1 ആണ്. അപ്പോൾ 2 പ്ലസ് pi⁴ ബൈ 1024 പ്ലസ് pi/2 അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ pi⁴ ബൈ 1024 പ്ലസ് pi/2 പ്ലസ് 2. Question number 18. Integral 0 to pi sin square x/2 minus cos square x/2 dx.
നമുക്ക് ഒരു ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റി അറിയാമല്ലോ, അതായത് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് കോസ് 2a ആണ്. ഇവിടെ എയുടെ പ്ലേസിൽ x/2, അപ്പോൾ കോസ് 2x/2 എന്നാണ് വരുന്നത്. കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഫോമാണ് കിടക്കുന്നത്. അപ്പം ഞാനൊരു മൈനസ് ഈ കോമൺ എടുത്തു. അപ്പോൾ എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 dx. അപ്പം അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് കോസ് 2 ഇൻറ്റു x/2. അപ്പം മൈനസ് കോസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ മൈനസ് കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇനി കോസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് 0 ടു പൈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ പൈ മൈനസ് സൈൻ 0. ആൻസർ 0. ക്വസ്റ്റ്യൻ നമ്പർ 19, ഇൻ്റഗ്രൽ 0 ടു 2 6x + 3/x² + 4 dx. ഇവിടെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ന്യൂമറേറ്ററിന് 2 ടേം ആയിട്ട് എടുക്കുക. 6x/x² + 4 dx പ്ലസ് ഇൻ്റഗ്രൽ 0 ടു 2 3/x² + 4 dx എന്ന് എഴുതാം. ഇവിടെ 2x² + 4ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x ആണ് വരേണ്ടത്. ഇവിടെ 6x ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? 3 × 2x എന്ന് എഴുതി കഴിഞ്ഞാൽ 3 log x² + 4 എന്ന് ഇത് കിട്ടും. പിന്നെ ലിമിറ്റ് 0 ടു 2. ഇവിടെ 3/x² + a² ഫോമാണ്. അപ്പം 1/a tan ഇൻവേഴ്സ് x/a. ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ടാണ് 1/2 × tan ഇൻവേഴ്സ് x/2 എന്ന് എഴുതി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. 3 കോൺസ്റ്റൻറ്റ് 2x-ന് 2 ഇട്ട് കൊടുക്കുമ്പോൾ log 8 മൈനസ് log 4 എന്ന് വരും. ഇവിടെ x-ന് 2 ഇട്ട് കൊടുക്കുമ്പോൾ tan ഇൻവേഴ്സ് 1 മൈനസ് tan ഇൻവേഴ്സ് 0 എന്ന് വരും. ഇവിടെ log 8/4 എന്ന് വരും. ഇവിടെ tan ഇൻവേഴ്സ് 1 എന്ന് പറയുന്ന π/4 വരും. ഇത് 0 ആണ്. അപ്പോൾ 3 log 2 + 3π/8. ക്വസ്റ്റ്യൻ നമ്പർ 20, ഇൻ്റഗ്രൽ 0 ടു 1 x e⁻x പ്ലസ് സൈൻ π/4x dx. ഇതിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. അതായത് ഇൻ്റഗ്രൽ 0 ടു 1 x e⁻x dx എന്നൊരു ഫംഗ്ഷനും ഇൻ്റഗ്രൽ 0 ടു 1 സൈൻ π/4 x dx എന്നൊരു ഫംഗ്ഷനും. ഇതിന് I1 എന്നും ഇതിന് I2 എന്നിട്ട് സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, അതായത് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ ആണല്ലോ എക്സും e⁻x, അങ്ങനെ ചെയ്യണം. ഇവിടെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. I1 എന്ന് പറയുന്നത് 0 ടു 1 x e⁻x dx, അതായത് x e⁻xന് ഞാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു e⁻x dx. അപ്പോൾ x e⁻x മൈനസ് e⁻x എന്ന് വരും. e⁻x കോമൺ ആയതുകൊണ്ട് കോമൺ ആയിട്ട് എടുക്കാം. e⁻x ഇൻറ്റു x മൈനസ് 1. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. 0 ടു 1 അല്ലേ? അപ്പോൾ 0 ടു 1 എക്സിൻ്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ e⁻1 ഇൻറ്റു 1 മൈനസ് 1 മൈനസ് e⁻0 ഇൻറ്റു 0 മൈനസ് 1. ഇത് 1 മൈനസ് 1 0 ആയി പോകുമ്പോൾ ഈ ടേം ഫുൾ 0 ആവും. e⁻0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഈ മൈനസ് 1 മൈനസും ഈ മൈനസും കൂടെ വന്ന് 1 ആയിട്ട് വരും ആൻസർ. ഇനി മറ്റേ I2 ആയിട്ട് മറ്റേ സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുന്നു. ഇൻ്റഗ്രൽ 0 ടു 1 സൈൻ π/4 dx. സൈൻ π/4ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് π/4 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. π/4 0 ടു 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ലിമിറ്റ് പുറത്തെടുക്കുന്നു. അപ്പോൾ റെസിപ്രോക്കലായിട്ട് വരും. മൈനസ് 4/π കോസ് π/4 0 ടു 1. ഇനി എക്സിൻ്റെ പ്ലേസിൽ 1ഉം 0 ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് 4/π കോസ് π/4 മൈനസ് കോസ് 0 എന്ന് വരും. കോസ് π/4 എന്ന് പറയുമ്പോൾ 1/√2 മൈനസ് കോസ് 0 1 ആണ്. അപ്പോൾ ഇതിനെ ഓരോന്നിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് മൈനസ് 4π ഇൻറ്റു 1/√2 പ്ലസ് 4/π. ഇവിടെ 4നെ 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 2 എന്ന് പറയുന്നത് √2 ഇൻറ്റു √2 അല്ലേ? അപ്പോൾ ഒരു √2 ക്യാൻസലായിട്ട്
-2√2/π എന്ന് വരും പ്ലസ് 4/π. അപ്പം ആൻസർ എന്ന് പറയുന്നത് 1 - 2√2/π പ്ലസ് 4/π.